السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وآله وصحبه الفائزين برضا الله، ما بعد. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي يدركني. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم. صدق الله مولانا العظيم. ഏറ്റവും ആദരവുകൾ നിറഞ്ഞ മൽഹർ ദഅവാ കോളേജ് പ്രിൻസിപ്പൽ, പ്രഗത്ഭനായ പണ്ഡിതനും പ്രഭാഷകനും കൂടിയായ ഒന്നേരായ കുഞ്ഞാൻ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, കരളിൻ്റെ കഷ്ണങ്ങളായ വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ പവിത്രമായ മാസത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു മഹത്തായ സദസ്സിൽ നമുക്ക് ഒരുമിക്കാൻ അല്ലാഹു തആല ഭാഗ്യം നൽകി. ഇതിലേറെ സന്തോഷത്തോടെ നമുക്കും ബന്ധപ്പെട്ടവർക്കും അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കാൻ റഹ്മർ റഹീമീനായ റബ്ബേ, നീ ഈ സദസ്സൊന്ന് കാരണമാക്കി തരയണമേ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഷംസുദ്ദീൻ ഹസൻ ഉസ്താദ് അവറുകൾ നമുക്ക് ആമുഖമായി പറഞ്ഞു തന്നതുപോലെ വളരെ പവിത്രമായ ഒരു മാസത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. മാസങ്ങളുടെ എണ്ണം അല്ലാഹുവിൻ്റെ അടുക്കൽ 12. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശഭൂമികളെ പടക്കുന്ന അന്ന് തന്നെ 12. മാസങ്ങളുടെ എണ്ണം ഏതോ ആളുകൾ അതുണ്ടാക്കിയതല്ല. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാസത്തിൻ്റെ എണ്ണം 12. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ പടക്കുന്ന അന്ന് തന്നെ. അതുകൊണ്ടല്ലേ നമുക്ക് മാസങ്ങളൊക്കെ കണക്ക് കൂട്ടാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞുകൊണ്ട് പറയുന്നു, മിൻഹാ 4 ഹുറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പടച്ച എല്ലാ മാസങ്ങളും ഒരുപോലെയല്ല. മിൻഹാ 4 ഹുറും. അതങ്ങനെയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളും ഒരുപോലെയല്ല. നമുക്ക് ഏതെടുത്തു നോക്കിയാലും കാണാം, മനുഷ്യരെ നമുക്ക് എടുത്തു നോക്കിയാൽ വലഖദ് കറംനാ ബനീ ആദം. അല്ലാഹു തആല പറഞ്ഞു, ആദം സന്തതികളെ മനുഷ്യർക്ക് നാം വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്, കറാമത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ ബനീ ആദമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഒരുപോലെയാക്കിയിട്ടില്ല. അതിൽ വ്യത്യസ്ത പദവികളാണ്. അമ്പിയാക്കന്മാർ, മുർസലീങ്ങൾ,
ഇങ്ങനെ വ്യത്യസ്ത പദവികൾ. തിൽക്കർ റുസുൽ ഫളൽനാ ബഅദഹും അലാ ബഅദ്. പ്രവാചകന്മാർ തന്നെ എല്ലാവരും ഒരുപോലെയല്ല. അവരിൽ ചിലർക്ക് മറ്റു ചിലരെക്കാൾ തഫ്ളീൽ, ബഹുമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ്. എല്ലാ വസ്തുക്കളെയും ഒരുപോലെയല്ല പടക്കുന്നത്. എല്ലാ സ്ഥലങ്ങളെയും അല്ലാഹു തആല ഒരുപോലെയാക്കിയിട്ടില്ല. എല്ലാ ദിവസങ്ങളെയും അല്ലാഹു ഒരുപോലെയാക്കിയിട്ടില്ല. അതുപോലെ തന്നെ മാസങ്ങൾ അല്ലാഹു തആല പറയുന്നു, മാസങ്ങളുടെ എണ്ണം 12, പക്ഷേ മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ വളരെ പ്രാധാന്യമുള്ള, വളരെ മഹത്വമുള്ള, വളരെ ബഹുമാനമുള്ള 4 മാസങ്ങളുണ്ട്. ആ 4 മാസങ്ങളെ ഇസ്ലാം മാത്രമല്ല ബഹുമാനിച്ചിരുന്നത്. നമുക്കറിയാം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് പവിത്രമായ ഇസ്ലാമാകുന്ന സന്ദേശം പ്രചരണത്തിന് വേണ്ടി വരുന്നതിന് മുമ്പ് തന്നെ ജാഹിലിയ്യ കാലത്തെക്കുറിച്ച് നമുക്ക് വളരെയേറെ അറിയാം. വളരെ ഇരുട്ടടഞ്ഞ അക്രമങ്ങളും അനീതികളും വേണ്ടായ്മകളും മാത്രം ചെയ്തിരുന്ന, ചെറിയൊരു പ്രശ്നമുണ്ടായാൽ അതിനു വേണ്ടി വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന, മനുഷ്യരക്തത്തിൻ്റെ വിലയില്ലായിരുന്ന ഒരു കാലഘട്ടം ജാഹിലിയ്യ കാലഘട്ടം. ആ കാലത്ത് പോലും, ആ ജാഹിലിയ്യത്ത് പോലും ഈ 4 മാസങ്ങൾക്ക് ബഹുമാനം നൽകിയിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ജാഹിലിയ്യത്ത് പോലും അതിന് ബഹുമാനം നൽകിയിട്ടുണ്ട്. അത്രയും പവിത്രമായ 4 മാസങ്ങൾ. ആ 4 മാസങ്ങളിൽ നേരത്തെ യുദ്ധം ചെയ്യൽ ഹറാമായിരുന്നു. എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും എന്തുണ്ടായാലും ആ 4 മാസങ്ങളിൽ വാളെടുത്തുകൂടാ, ആ 4 മാസങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടാ, യുദ്ധങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് പിന്നീട് നസ്ഖ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥം. ഏതായാലും വളരെ പവിത്രമായ 4 മാസങ്ങൾ. അതിൽ സലാസത്തുൻ തൊർദുൻ വാഹിദുൻ ഫർദുൻ, അതിൽ 3 മാസങ്ങൾ തുടരെയുള്ള മാസമാണ്. നാം നിൽക്കുന്ന ഇപ്പോൾ ദുൽഖഅദ കഴിഞ്ഞു, ഇന്ന് ദുൽഹിജ്ജയുടെ 1 കഴിഞ്ഞ് 2ാമത്തെ രാത്രിയിലാണ് നാം ഉള്ളത്. ഈ മാസത്തിൻ്റെ ബഹുമാനം നാം മനസ്സിലാക്കിയാൽ, അല്ലാഹ് എത്ര പവിത്രമാണ് ഈ മാസം. ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബഹുമാനം നൽകി എന്നുള്ളത് പറഞ്ഞല്ലോ. അതിൻ്റെ ആദ്യത്തെ 10ന്റെ 2ാമത്തെ രാത്രിയിലാണ് നാം ഉള്ളത്. ഒരു ദിവസം നാം ഇന്ന് ഇവിടെ പറഞ്ഞു പോയി. വളരെ മഹത്വമുള്ള, വളരെ പവിത്രമായ 10 രാവുകളാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 10കൾക്ക് ഏറെ ബഹുമാനമുണ്ട്. നാം എല്ലാവരും എപ്പോഴും മനസ്സിലാക്കിയതും അറിഞ്ഞതും അനുഭവിച്ചതുമായ റമളാനുൽ ശരീഫിന്റെ അവസാനത്തെ 10, അത് മുസ്ലിം ലോകം വളരെയേറെ പ്രാധാന്യത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭത്തിലും അവിടുന്ന് ഇബാദത്തിന് വേണ്ടി മാത്രം നീക്കിവെച്ചിരുന്ന ആ റമളാനിൽ അവസാനത്തെ 10, വിശുദ്ധമായ മുഹറം മാസത്തിന്റെ ആദ്യത്തെ 10, പിന്നെ ഒരു 10 ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10. വളരെ മഹത്വമുള്ള 10. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,
വളരെ പവിത്രമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം ഏറെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും പവിത്രമായ നാളുകൾ നമുക്ക് അല്ലാഹു തന്നിട്ട് അതിന് നാം അതിൻ്റേതായ രൂപത്തിൽ ഗൗരവത്തോടെ കാണാതെ നിസ്സാരപ്പെടുത്തുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അതൊരു വില കൽപ്പിക്കാതിരുന്നാൽ അത് വളരെയേറെ അപകടകമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു തആല ബഹുമാനിച്ച, അല്ലാഹു തആല ആദരിച്ച എല്ലാ കാര്യങ്ങളെയും നാം ബഹുമാനിക്കണം. വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങൾ ആരൊരാൾ തഅളീം ചെയ്യുന്നുണ്ടോ, ആ തഅളീം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങളോട് ഒരാൾക്ക് മാനസികമായി അയാൾക്ക് ബഹുമാനമുണ്ട് എങ്കിൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു പറയുന്നത് എങ്ങനെയാണ്? അതവൻ്റെ ഹൃദയത്തിൽ, അത്തരക്കാരുടെ ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്, അതിൻ്റെ ഭാഗമാണ് ശാഇറുല്ലാഹ്, അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങൾ, അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുക എന്നുള്ളത്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആദം നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ ബഹുമാനിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ വേണ്ടി വലിയ ഇബാദത്തിൻ്റെ ആളായ, വലിയ വക്താവായ, നേതാവായിരുന്ന, എത്രയോ വർഷങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞുകൂടിയ, ഒരു വേള മലായിക്കത്തുൽ കിറാമിൻ്റെ തന്നെ ഉസ്താദായിരുന്ന ഇബ്ലീസിന്റെ കഥ നാം എല്ലാവർക്കും, എല്ലാ വിശ്വാസികൾക്കും അറിയുന്നതാണ്. കാരണം അവൻ്റെ ഇബാദത്തിൻ്റെ കുറവായിരുന്നില്ല, അല്ലെങ്കിൽ അവൻ്റെ അറിവിൻ്റെ കുറവായിരുന്നില്ല. അള്ളാഹു ബഹുമാനിച്ചതിന്, ഞാൻ ബഹുമാനിച്ചതിന് ബഹുമാനിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് മാറിയതിൻ്റെ പേരിലാണ് ഒരിക്കലും രക്ഷപ്പെടാത്ത രൂപത്തിൽ അവനെ അത്രയും നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടത് എന്നുള്ള ബോധം നമുക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം നാളുകളും ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലാഹു നമുക്ക് കനിഞ്ഞേകുമ്പോൾ അതിൻ്റെ മഹത്വം കാണാതിരിക്കാൻ കഴിയില്ല. എന്തായാലും നമുക്ക് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അതിനോടൊരു ബഹുമാനം വേണം. മറ്റിതര മാസങ്ങളെ പോലെ തന്നെ ഈ ദിവസങ്ങളെയും കാണുക, ഈ മാസങ്ങളെയും കാണുക എന്നുള്ള ആ ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. നാം പലപ്പോഴും ബഹുമാനിക്കപ്പെടുന്ന ആളുകളൊക്കെ കാണുമ്പോൾ അപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യണം, ഞാൻ വലിയ ആബിദാകണം, അവിടെ കൂടുതൽ ആരാധിക്കണം, വലിയ ഇബാദത്ത് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കും. എന്നാൽ ഒരുപാട് ഇബാദത്ത് ചെയ്തത് കൊണ്ട് വലിയ ആബിദാവുകയില്ല. ആ ഇബാദത്ത് ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ട്, മറുഭാഗത്ത് ധാരാളം തെറ്റുകൾ ചെയ്യുമ്പോൾ ഒരിക്കലും അയാൾ വലിയ ആബിദാകാൻ കാരണമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിച്ചു, മൻ യഖുദു അന്നി ഹൗലായിൽ കലിമാതി ഫയഅമലു ബിഹിന്ന ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിന്ന. ഓ സ്വഹാബത്തെ, ഞാൻ കുറച്ച് വാചകങ്ങൾ, കലിമത്തുകൾ പറഞ്ഞു തരാൻ പോകുന്നു. ആ കലിമത്തുകൾ എന്നിൽ നിന്ന് ആരാണ് മനസ്സിലാക്കുന്നത്, ആ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ സ്വയം പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന, പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന ആളാരാണ് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ചോദിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എല്ലാ വിഷയത്തിലും, വിജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ എന്നും മുന്നിലാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. താലിമീങ്ങളായ നമുക്ക് ഈ മേഖലയിൽ നമുക്കേറെ കടപ്പാടുള്ള മഹാനായ സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആവേശത്തോടെ മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞു, അന യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അവിടുന്ന് പറഞ്ഞ ആ കാര്യം ഞാൻ ഏറ്റെടുത്തു. അത് കേട്ടപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷത്തോടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഅഖദ ബിയദി ഫഅദ്ദ ഖംസൻ, എൻ്റെ കൈ പിടിച്ചുകൊണ്ട് 5 കാര്യങ്ങൾ ഓരോന്നായി, ശിഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട് ഓരോന്നായി എണ്ണിക്കൊടുക്കുന്നു.
അതിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു, മറുഭാഗത്ത് ഒരുപാട് ഹറാമുകളും ചെയ്യുന്നു, എന്നിട്ട് ഇയാൾ വലിയ ആബിദ്. അങ്ങനെയല്ല. ഏറ്റവും വലിയ ആബിദാരി എന്നുള്ളത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഈ ഹദീസിലൂടെ നമുക്ക് കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒന്ന്, ഇത്തഖിൽ മഹാരിമ തകുൻ അബദന്നാസ്. ഓ അബൂ ഹുറൈറത്തെ, നിങ്ങൾ സ്വന്തം പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട വിഷയങ്ങളിൽ ഒന്നാമത്തത് ഇത്തഖിൽ മഹാരിം, ഹറാമുകൾ സൂക്ഷിച്ചു നീ ജീവിക്കണം. ഹറാമുകൾ, അല്ലാഹു തആല നിഷിദ്ധമായ മുൻകറാത്തുകൾ, പാടില്ലാത്ത കാര്യങ്ങൾ, നമുക്കൊരുപാട് ഹറാമുകളുണ്ട്. നമുക്കറിയാമല്ലോ, അദ്ദുനിയ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഹദീസാണ്. ദുനിയാവ് വിശ്വാസിയുടെ ജയിലറയാണ്, കാഫിറിന്റെ സ്വർഗമാണ്. എന്തേ വിശ്വാസിയുടെ ജയിലറ എന്നറിയാൻ കാരണം? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ജയിൽ എന്ന് പറഞ്ഞാൽ അതൊരു സ്വതന്ത്ര ലോകമല്ല. അവിടെ എങ്ങോട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കാനോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പിടിക്കാനോ കഴിക്കാനോ പോകാനോ വരാനോ പറയാനോ അതിനൊന്നും സ്വാധീനം ഉണ്ടാവില്ല. അതുപോലെയാണ് വിശ്വാസിക്ക് എന്തെല്ലാം കാരണം, എന്തെല്ലാം പറയണം, എവിടേക്കെല്ലാം പോകണം എന്നുള്ളതിൽ വളരെയേറെ നിയന്ത്രണം. അതുകൊണ്ട് തന്നെ ദുനിയാവ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജയിലറയാണ്. അതുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആബിദാകണമെങ്കിൽ ഇത്തഖിൽ മഹാരിം, നീ ഹറാമുകൾ വർജിക്കണം. അത് നീ സൂക്ഷിച്ച് ജീവിച്ചാൽ നീ തകുൻ അബദന്നാസ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നാം വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാലമാണ് നമ്മുടെ ഈ വളരെ മലീമസമായ എന്തും ഏതുമാകാമെന്നുള്ള ഈ കാലത്ത് എല്ലാ മുൻകറാത്തുകളും ഇന്ന് മഅറൂഫായി മാറിയിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവൊക്കെ തൗഫീഖെടുത്ത് പറയുന്നത് കാണാം. അത് ഇമാമികൾ ഇൻകാറിയാത്ത എന്തുകൊണ്ടാ? അത് കാലം അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ എന്താ, മുൻകറുകളൊക്കെ മഅറൂഫാകുന്ന കാലം, മഅറൂഫ് മുൻകറാകുന്ന കാലം. അത് അക്ഷരാർത്ഥത്തിൽ നാം ജീവിക്കുന്ന കാലമാണ്. ഏത് തിന്മ ചെയ്താലും ആ തിന്മകളൊക്കെ എന്താണ്, വലിയ മഅറൂഫ് നന്മയായി കാണുന്ന കാര്യങ്ങളായിരുന്നു. നാം വിവാഹത്തിൻ്റെ പേരിലും മറ്റ് കുടുംബത്തിൻ്റെ പേരിൽ ഒരുപാട് കുടുംബ മീറ്റുകളും ഫാമിലി മീറ്റുകളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹ് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത ഏതോ അകന്ന കുടുംബം, ഒരിക്കലും ഒരു നിലക്കും അവർക്ക് കാണാനോ സംസാരിക്കാനോ ഒന്നും കഴിയാത്ത ഇത്രയും വൃത്തികെട്ട കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ ഞങ്ങൾ കുടുംബം ബന്ധം പുലർത്തുന്ന സിലത്തുർ റഹീം തുടങ്ങിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പുറത്ത് വലിയ ആരാധിച്ചതുകൊണ്ട് നീ ആരാവുകയില്ല, നീ വലിയ ആബിദാവുകയില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇത്തഖിൽ മഹാരിമ തകുൻ അബദന്നാസ് എന്നാണ്. അപ്പോൾ കുറേ ആരാധിക്കണം എന്നുള്ളതല്ല, തിന്മകളിൽ നിന്ന് നാം കഴിവിൻ്റെ പരമാവധി വിട്ടുനിൽക്കണം. ആ ആയത്ത് ഞാൻ ഓതി വെച്ച ആയത്തിന്റെ ബാക്കി തന്നെ നമുക്കറിയാം. മിൻഹ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം. ഈ 4 മാസങ്ങൾക്ക് പവിത്രത കൊടുക്കുക, അത് ബഹുമാനിക്കുക എന്നുള്ളത്, അതാണ് നേർക്കുള്ള ചൊവ്വായ ദീൻ, അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത് എന്താ? അതിന്റെ ബാക്കി നിങ്ങൾ ഒരുപാട് ആരാധിക്കണം എന്നുള്ളതല്ല. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ഈ 4 മാസങ്ങളിൽ ഇത് പവിത്രതയും ബഹുമാനവും ഞാൻ നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ആ 4 മാസങ്ങളിൽ നിങ്ങൾക്കുള്ള സ്വന്തം ശരീരങ്ങളോട് നിങ്ങൾ ദുൽമ ചെയ്യരുത്. നിങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റുകൾ തീർത്തും നിങ്ങൾ ആർക്കത് ബാധിക്കുക? നിങ്ങളുടെ സ്വന്തം ശരീരത്തിനാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വന്തത്തോട് നിങ്ങൾ ദുൽമ ചെയ്യരുത് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ബാക്കി വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. അങ്ങനെ ഇതിന്റെ ആയത്ത് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ഉറപ്പിച്ചോളൂ, തീർച്ചയായിട്ടും അല്ലാഹു തആല മുത്തഖീങ്ങളുടെ കൂടെയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ പറഞ്ഞു വന്നത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 വളരെ പവിത്രമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ ഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല
മിൻ ഹാദിഹിൽ അയ്യാം, ദിവസങ്ങളെ കൂട്ടത്തിൽ ഇല്ലേയില്ല, മാവയില്ല, നമുക്കെല്ലാവർക്കും അറിയാം. ഹസ്ർ, ദിവസങ്ങളെ കൂട്ടത്തിൽ ഇല്ലേയില്ല. അൽഅമലു സ്വാലിഹു ഫീഹ, ആ ദിവസങ്ങളിൽ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യൽ അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല, അല്ലാഹു തആലയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായുള്ള ദിവസങ്ങളില്ല. മിൻ ഹാദിഹിൽ അയ്യാം, ഈ 10 ദിവസങ്ങളെക്കാൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു സംശയത്തിന് ഇടമില്ലാത്ത രൂപത്തിൽ വളരെ താക്കീതോടുകൂടി അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വാലിഹായ കർമ്മം ചെയ്യാൻ വേറെ നാളുകളില്ലേ ഇല്ല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നാം എല്ലാവരും ഈ മഹത്തായ ദിവസങ്ങൾ, നമുക്കിനി വരാനുള്ളത്, ഇത് വരുമ്പോൾ അറഫ ദിവസം, നമുക്കെല്ലാവർക്കും അറിയാം, സയ്യിദുൽ അയ്യാം, ദിവസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നേതാവ്, ഒരു വർഷത്തിലെ ദിവസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നേതാവ് അത് അറഫ ദിവസമാണ്. ആ ദിവസത്തിൻ്റെ ബഹുമാനം അല്ലാഹ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ നാടുകളിൽ നിന്നിട്ട് ഒരുപാട് പേർ പവിത്രമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയിട്ടുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ, മഖ്ബൂലായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്ത് നിർവഹിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആ എല്ലാ ഹാജിമാരും അറഫ ദിവസം ദുൽഹിജ്ജയുടെ 9-ാമത്തെ ദിവസത്തിൽ ഒരേ മൈതാനിയിൽ, ഒരേ വേഷത്തിൽ, ഒരേ മന്ത്രം ഉരുവിട്ടുകൊണ്ട്, ലോകത്ത് തുല്യതയില്ലാത്ത, ഒരു മതത്തിനും കാണിക്കാൻ കഴിയാത്ത, ഒരു രാഷ്ട്രത്തിനും ചെയ്യാൻ കഴിയാത്ത അത്രയും പവിത്രമായ ഒരു ഐക്യ, അങ്ങനെയുള്ളൊരു ഇബാദത്ത് ഒരു മതത്തിനും കാഴ്ചവെക്കാൻ എല്ലാവരും ഒരേ വേഷത്തിൽ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നാം അത് ചിന്തിക്കും. ഇസ്ലാമിന്റെ സൗന്ദര്യം, ഇസ്ലാമിന്റെ സാഹോദര്യം എത്രയാണ്! അതിൽ നാടോ വർണ്ണമോ വർഗമോ എന്ന് അതിൽ യാതൊരു വ്യത്യാസമില്ലാത്ത രൂപത്തിൽ എല്ലാവരും ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പവിത്രമായ കഅബ ശരീഫ് നിർമ്മിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം അന്ന് വിളിച്ച, നാം എല്ലാവരും പലപ്പോഴും കേട്ടതും പഠിച്ചതുമായ കാര്യം, ആ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ലോകത്തിന്റെ നാനാദിക്കുകളിലുള്ള വിശ്വാസികൾ ഒരേ കേന്ദ്രം ലക്ഷ്യമാക്കി വെച്ച് പോകുന്ന ആ പവിത്രമായ ഹജ്ജ് കർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അൽ ഹജ്ജ് അറഫ, ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അറഫയാണ്. ആ അറഫയിൽ നിൽക്കുന്ന ആ അറഫ ദിവസം ഏറ്റവും പവിത്രമാണ്, വളരെ മഹത്തരമായ ദിവസമാണ്. അന്ന് നാം അള്ളാഹുവിലേക്ക് ധാരാളം ഇബാദത്തുകൾ ചെയ്യേണ്ടതുണ്ട്, അള്ളാഹുവിന് നോമ്പ് നോക്കേണ്ടതുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പ്രഭാഷണം നമുക്ക് ബഹുമാനപ്പെട്ട കുഞ്ഞാൽ ഉസ്താദ് അവറുകളാണ്. ഞാൻ തങ്ങൾ ഉസ്താദിൻ്റെ ഒരു അംറിന് ഇംതിസാൽ ചെയ്യാന്നുള്ള ആ ഒരു കാര്യം മാത്രമേ ഞാനിവിടെ നിർവഹിക്കുന്നുള്ളൂ. നമുക്ക് ഇൻഷാ അല്ലാഹ് ശരിയായ ഉത്ബോധനം ആ ഉസ്താദ് നമുക്ക് പറഞ്ഞു തരും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. അതുകൊണ്ട് ഞാൻ 1-2 ഹദീസുകൾ മാത്രം വായിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മാ അമലുൻ അസ്കാ ഇൻദല്ലാഹി വലാ അഅ്ളമു അജ്റൻ മിൻ ഖൈരിൻ യഅമലുഹു ഫീ അശ്രിൽ അദ്ഹ. അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലാർഹമായ ഒരു അമല്, ഏറ്റവും കൂലി കിട്ടുന്ന ഒരു അമല് ഇല്ല മിൻ ഖൈരിൻ യഅമലുഹു ഫീ അശ്രിൽ അദ്ഹ. ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ചെയ്യുന്ന ഖൈറായ പ്രവർത്തനത്തിനേക്കാൾ അതിനേക്കാൾ കൂടുതൽ പ്രവർത്തനം കിട്ടുന്ന, അതിനേക്കാളും നല്ല തസ്കിയത്തുള്ള ഒരു അമല് ലോകത്തില്ലേ ഇല്ല. ഇങ്ങനെ ഒരുപാട്. അതുകൊണ്ട് ഫാക്സിറു ഫീഹിന്ന മിനത്ത് തസ്ബീഹി വത്തഹ്മീദി വത്തഹ്ലീലി വത്തക്ബീർ. നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ അല്ലാഹുവിലേക്ക് തസ്ബീഹും തഹ്മീദും തഹ്ലീലും തക്ബീറും എല്ലാം നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാം എല്ലാവരും അറിഞ്ഞതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു അൻഹു നാം ഫത്ഹുൽ മുഈനിൽ പഠിച്ചതുപോലെ സൂറത്തുൽ ഫജ്ർ ഈ ദിവസങ്ങളിൽ ഓതൽ സുന്നത്താണ്. മാക്സിമം 200 ഖുൽ ഹുവല്ലാഹു അഹദ്
ഓതൽ സുന്നത്താണ്, നാം ഓതിപ്പടിച്ച കിതാബിലുള്ളതാണ്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നാം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക, അള്ളാഹുവിലേക്ക് ഇബാദത്തുകളെ കൊണ്ടടുക്കുക. ആരോഗ്യമുള്ളവരും സൗകര്യമുള്ളവരും ഈ 10 ദിവസങ്ങളിൽ അള്ളാഹുവിലേക്ക് നോമ്പ് നോക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വഇന്ന സിയാമ യൗമിൻ മിൻഹാ യഅദിലു ബിസിയാമി സന. ഒരു വർഷം നോമ്പെടുക്കുന്നതിൻ്റെ പ്രതിഫലമാണ് ആദ്യത്തെ 10 ദിവസങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ദിവസം നോമ്പെടുത്താൽ. വൽഅമലു ഫീഹിന്ന യുളഅഫു ബിസബ്അമിയത്തി ളിഅഫ്. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആ ദിവസങ്ങൾ ചെയ്യുന്ന അമലുകൾ 700 ഇരട്ടി വർദ്ധിപ്പിക്കപ്പെടുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം എല്ലാവരും ഈ ദിവസങ്ങളിൽ അള്ളാഹുവിലേക്ക് കൂടുതലായി അടുക്കണം. അത് പറയുമ്പോൾ മുത്തയാലിമീങ്ങളായ നാമൊക്കെ ഇനി നാളെ തസ്ബീഹ്മാരെടുത്തിരുന്നിട്ട് കിതാബൊക്കെ മടക്കി വെക്കണം എന്നതല്ല അതിൻ്റെ അർത്ഥം. നാം ഉള്ള ഈ മേഖല തീർച്ചയായിട്ടും ഏറ്റവും മഹത്വമുള്ളതാണ്. പലപ്പോഴും ഇന്ന് കാണുന്ന, നാം സോഷ്യൽ മീഡിയയൊക്കെ കാണുന്ന എല്ലാവരും ഇതൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട്, ഫിഖ്ഹും മറ്റു കാര്യങ്ങൾ അഖീദൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു തസവൂഫിന്റെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും വിദ്യാർത്ഥികൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരിക്കലും ഈനേക്കാളും വലുതില്ല. ഇൽമുൽ ഫിഖ് നമുക്ക് എടുത്തു നോക്കിയാൽ തന്നെ വലിയ മഹത്വമുള്ളതാണ്. നാം എന്നും വായിക്കുന്ന ഫൈനൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളി ത്വാഅതി വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറയും, നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ഈ ഇരിക്കുന്ന ഈ മേഖല ഇതൊന്നും അല്ല. യഥാർത്ഥത്തിൽ തസവൂഫ് ഉണ്ടായാൽ മാത്രമേ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുകയുള്ളൂ, അള്ളാഹുവിലേക്ക് വാസിലാകാൻ കഴിയുള്ളൂ, സുരൂക്കാകാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. നമുക്കറിയാം, ഇത് അമ്മാ ബഅദി എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഫൈനൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളി ത്വാഅത്ത് എന്ന് പറഞ്ഞത്. ഇമാം നവവി അല്ലാഹു അൻഹു വേറെ തസവൂഫിന്റെ ഗ്രന്ഥമുണ്ട്, അഖീദയുടെ മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ ഇമാം നവവി അല്ലാഹു അൻഹുവിനുണ്ട്. പക്ഷേ ഈ പദം, ഈ വേർഡ് ഉപയോഗിച്ചത് ഫൈനൽ ഇൽമു മിൻ അഫ്ളി ത്വാഅത്ത് എന്ന് പറഞ്ഞ ഇത് ഇമാം നവവി അല്ലാഹു അൻഹു മിൻഹാജിന്റെ തുടക്കത്തിലാണ്. മിൻഹാജ് നമുക്കറിയാമല്ല വിഷയം, ഫിഖ്. ആ ഫിഖിന്റെ തുടക്കത്തിലാണ് ഇമാം നവവി അല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നത് ഫൈനൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളി ത്വാഅത്ത്. ഈ ഇൽമു കൊണ്ട് ശുഗലാകുക എന്നുള്ളത് അതാണ് ഏറ്റവും വലിയ ത്വാഅത്ത്. വൗലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. ഒരു മനുഷ്യന് വിലകെട്ടാൻ കഴിയാത്ത, അത്രയും വിലമതിക്കപ്പെടാത്ത സമയങ്ങൾ ചെലവഴിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് ഈ ഇൽമിന്റെ മേഖലയാണെന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ഈ മാസങ്ങളിൽ നാം എല്ലാവരും തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നാം എല്ലാവരും മുന്നേറണം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനമാകുന്ന മദ്ഹറിന്റെ 25ാം വാർഷികം, 25 വർഷം ഈ മദ്ഹർ മഹാനായ ശൈഖുന തങ്ങൾ ഉസ്താദിന്റെ വളരെയേറെ ത്യാഗം, അവിടുത്തെ ജീവിതത്തിന്റെ ആദ്യ കാലങ്ങളൊക്കെ നാം കണ്ടിരുന്നുവെങ്കിൽ അത്രയും പ്രയാസങ്ങൾ സഹിച്ച് ഈ മഹത്തായ മദ്ഹർ ഉണ്ടാക്കി തന്നു. അൽഹംദുലില്ലാഹ്, എത്രയാണ് ഈ മദ്ഹറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന, ഈ ഞങ്ങളുടെ നാട്ടുകാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നിധിയാണ് നമ്മുടെ മദ്ഹർ. കാരണം നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു കേന്ദ്രം, അല്ലെങ്കിൽ തീർത്തും അനാഥരായി നാം ഒരു ഒന്നുമല്ലാത്തൊരു അഡ്രസ് ഇല്ലാത്തൊരു വിഭാഗമായി ഈ ഭാഗത്തുള്ള ഒരു മാറുമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ അചഞ്ചലമായ ഒരു തീരുമാനം എന്നുള്ള നിലക്ക് തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന തങ്ങൾ ഉസ്താദിന്റെ ആ ദീർഘദൃഷ്ടിയിലൂടെ നമുക്ക് പടുത്തു തന്ന മദ്ഹർ നൂറുൽ ഇസ്ലാമി തഅലീമി, ഈ സ്ഥാപനത്തിന്റെ പേര് തന്നെ എങ്ങനെയാണ്, മദ്ഹർ നൂറുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പ്രകടമാകുന്ന കേന്ദ്രമെന്ന് അത് തീർത്തും അന്വർത്ഥമാക്കപ്പെടുന്ന രൂപത്തിൽ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ശൈഖുന ഇന്ന് നമ്മുടെ കൂടെയില്ല എങ്കിലും എല്ലാം അവിടുന്ന് ആത്മീയമായി നാം ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. നമുക്ക് ഏത് വിഷയങ്ങളും, ഏത് ഖൈറുകളും, ഏത് പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും
അതിൻ്റെ ഒക്കെ മിന്നത്ത് നമുക്കുള്ളത് ബഹുമാനപ്പെട്ട ശൈഖിനയോടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജകൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. സ്വർഗത്തിൽ ഒരുമിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവരൊക്കെ അത്രയും ത്യാഗങ്ങളാണ് സഹിച്ചത്. മദ്ഹറിന്റെ ആദ്യത്തെ കാലം അവിടുത്തെ ജീവിതത്തിൽ സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ് നടന്നത്, എത്രയാണ് ലോക്കൽ ബസ്സിൽ യാത്ര ചെയ്ത്, ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത്, അത്രയും ആ ശരീരത്തിന്റെ ആകൃതിയൊക്കെ ഉണ്ടായിട്ടും ഉസ്താദ് എത്രയാണ് നടന്നത്. ആ ത്യാഗങ്ങളൊക്കെ ഓർക്കുമ്പോൾ അൽഹംദുലില്ലാ അവിടുന്ന് ഇന്ന് കടന്നുകൊണ്ട് നമ്മുടെ ഈ വിദ്യാർത്ഥികളായ നാം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ അത് കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് കിടക്കുകയാണ്. അള്ളാഹുവേ, അവിടത്തേക്ക് ഇനിയും നീ ദറജ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി നാം എല്ലാവരും അതിനെ പ്രചരിപ്പിക്കുകയും അതിൻ്റെ പ്രചാരകരാകുകയും അതിനു വേണ്ടിയുള്ള എല്ലാ ഒത്താശയങ്ങളും നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നാം എല്ലാവരും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടൊക്കെ വസിയത്ത് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതൊന്നും ഇതില്ല, ഒരു ആമുഖമാണ്, ഉത്ബോധന വ്യവസ്ഥ ഇൻഷാ അല്ലാഹ്. പിന്നെ നേരത്തെ ഞങ്ങളുടെ കരാറാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ ആദരവോടെ ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊണ്ട് വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.